ഒരു വീഡിയോ നിങ്ങൾ കണ്ടില്ലെങ്കിൽ നിങ്ങൾക്കത് വലിയൊരു നഷ്ടമായിരിക്കും. കാരണം നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിച്ച വീട് ഇതാണ്. 5 സെന്റ് സ്ഥലത്ത് 2560 സ്ക്വയർ ഫീറ്റിൽ വലിയൊരു ഡൈനിങ്ങും വലിയൊരു ലിവിങ്ങും നിങ്ങൾക്ക് ഈ ഒരു വീട്ടിൽ കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ? ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഒരു വില്ല പ്രൊജക്ടിനകത്ത് സ്ഥിതി ചെയ്യുന്ന നല്ല ഭംഗിയുള്ള ഒരു വില്ലയാണ്. ഇവിടെ നിന്ന് നമുക്ക് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് നോക്കുവാണെങ്കിൽ വെറും 6.5 കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. എക്സാക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് പള്ളിക്കര എന്ന് പറയുന്ന സ്ഥലത്താണ്. പള്ളിക്കര ജംഗ്ഷനിൽ നിന്ന് നമുക്ക് വെറും 1.9 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. ടാർ റോഡിന് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ കാണുന്ന എല്ലാ വില്ലകളും സ്ഥിതി ചെയ്യുന്നത്. മെജോറിറ്റി വീടുകളിലും ആളുകൾ താമസമായതാണ്. നല്ല വൈഡ് ആയിട്ട് ഇന്റർലോക്കിംഗ് ടൈൽ വിരിച്ച വഴികളാണ് ഈ വില്ലകളുടെ എല്ലാം ഫ്രണ്ടിലൂടെ കടന്നു പോകുന്നത്. ഭംഗിയായിട്ടാണ് വീടിന്റെ എലിവേഷൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, നമുക്ക് മുകളിലായിട്ട് ഒരു ബോക്സ് ഷേപ്പ് ആണെങ്കിൽ പോലും ഒരു ഷേപ്പ് വരുന്നുണ്ട്. അവിടെ ഭംഗിയുള്ള ഡിസൈനുകളാണ് ടെക്സ്ചർ വർക്കുകൾക്കായിട്ട് കൊടുത്തിരിക്കുന്നത്. വീട് കംപ്ലീറ്റ് ആയിട്ട് ഭംഗിയുള്ള പെയിന്റിങ്ങും LED ലൈറ്റുകളും സ്പോട്ട് ലൈറ്റുകളും ഒക്കെ കൊടുത്ത് വളരെ ഭംഗിയായിട്ട് തന്നെയാണ് എലിവേഷൻ ചെയ്തിരിക്കുന്നത്. വീടിന്റെ മതിലിന് നല്ലൊരു ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഗേറ്റും അതുപോലെ തന്നെ ലേസർ കട്ട് ഡിസൈനിലാണ്. നമുക്ക് സ്ലൈഡിംഗ് ആൻഡ് ഫോൾഡിംഗ് മെത്തേഡിലാണ് ഗേറ്റ് വരുന്നത്. 5 സെന്റ് സ്ഥലത്ത് 2560 സ്ക്വയർ ഫീറ്റിൽ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 4 ബെഡ്റൂമുകളോട് കൂടിയിട്ടാണ് മനോഹരമായി ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് ഇൻഫോ പാർക്കിലേക്ക് 6.5 കിലോമീറ്ററും കാക്കനാട് കളക്ടറേറ്റിലേക്ക് 9.8 കിലോമീറ്ററുമാണ് ദൂരം വരുന്നത്. നിങ്ങൾക്ക് ഇടപ്പള്ളി സൈഡിലേക്ക് പോകണമെങ്കിൽ 13 കിലോമീറ്റർ ആണ്. ആലുവയ്ക്ക് 14, എയർപോർട്ടിലേക്ക് 22 കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസ് വരുന്നത്. മെയിൻ 2 പില്ലറുകളിൽ നോക്കിയാൽ ഭംഗിയായിട്ട് 2 ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് നേരെ ഗേറ്റ് തുറന്ന് കോമ്പൗണ്ടിനകത്തേക്ക് എൻ്റർ ചെയ്യാം. നമ്മുടെ ഈ ഒരു കോമ്പൗണ്ടിനകത്തേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ഫ്ലോറിൽ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോൺസ് ആണ് വിരിച്ചിരിക്കുന്നത്. നമുക്കിനി ഗ്രാസ് കൂടി അവിടെ വിരിക്കാനുണ്ട്. കവേർഡ് ആയിട്ടുള്ള ഒരു പോർച്ച് ഇവിടെയാണ് വരുന്നത്. മുകളിലൊക്കെ നോക്കിയാൽ ലൈറ്റ് ഫിറ്റിംഗ്സ് വരുന്നുണ്ട്. 2 പില്ലറുകളിലും ഭംഗിയുള്ള ടെക്സ്ചർ ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ കാർ നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാം. EV വെഹിക്കിൾസിനുള്ള ചാർജിംഗ് പോയിന്റ് ഇവിടെ തന്നെ കിട്ടുന്നുണ്ട്. രണ്ടാമത്തെ കാർ ഇത്ര വലിയ കാറാണെങ്കിൽ പോലും നമുക്ക് ഈ ഒരു ഭാഗത്ത് പാർക്ക് ചെയ്യാം. സോ ടോട്ടലി നമ്മുടെ 2 കാറുകൾക്കുള്ള പാർക്കിംഗ് സ്പേസ് ആണ് ഈ ഒരു വീട്ടിൽ കിട്ടുന്നത്. വീടിനെ ഫേസ് ചെയ്ത് നിൽക്കുമ്പോൾ ഉള്ള ലെഫ്റ്റ് സൈഡ് നോക്കുവാണെങ്കിലും ഏരിയ സ്പേഷ്യസ് ആണ്. സെറ്റ് ബാക്ക് കൊടുത്തിട്ടുണ്ട്. ടൈലാണ് വിരിച്ചിരിക്കുന്നത്. വീടിന്റെ ബാക്ക് സൈഡ് നോക്കിയാൽ നല്ല രീതിയിൽ തന്നെ വൈഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും ടൈലാണ് വിരിച്ചിരിക്കുന്നത്. നമ്മൾ കിച്ചണിന്റെ ഒരു പോർഷനിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. നമുക്ക് വർക്ക് ഏരിയ ചെയ്തെടുക്കാനായിട്ട് ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് നല്ല സ്പേസ് കിട്ടുന്നുണ്ട്. ഇതിൽ നമ്മൾ കടന്നു പോകുമ്പോൾ റൈറ്റ് സൈഡിൽ കാണുന്ന സ്റ്റെപ്പാണ് കിച്ചണിൽ നിന്ന് ഇറങ്ങാനുള്ളത്. നിങ്ങൾക്ക് ഇവിടെ കിണർ കാണാം. നമുക്കിവിടെ വെള്ളത്തിനുള്ള സോഴ്സ് കിണറാണ്. നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് കിണറിന്റെ സ്ഥാനം വരുന്നത്. മറ്റൊരു ഓപ്ഷൻ നമുക്ക് എടുക്കാവുന്നത് KWയുടെ വാട്ടറും കൂടിയാണ്. വീടിന്റെ സിറ്റ് ഔട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ് വിരിച്ചിരിക്കുന്നത്. നമുക്ക് ഇങ്ങനെ കുറച്ച് അകത്തേക്ക് കയറിയിട്ട് ഈ ഒരു ഷേപ്പിലാണ് ഇവിടുത്തെ സിറ്റ് ഔട്ട് വരുന്നത്. 2 or 3 ചെയറുകൾ ഇടാനുള്ള സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇതാണ് നമ്മുടെ മെയിൻ ഡോറ്. വടക്കോട്ടാണ്, നോർത്ത് ഭാഗത്തേക്കാണ് ദർശനം വരുന്നത്. ഇതുപോലെ നമുക്ക് 2 പാളിയിൽ ടീക്ക് വുഡിലാണ് ഡോറ് ചെയ്തിരിക്കുന്നത്. ഇനി അങ്ങോട്ട് നിങ്ങൾ ഈ ഒരു വീടിന്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. എന്നാൽ മാത്രമാണ് ഈ വീടിന്റെ സൗകര്യങ്ങൾ എത്ര മാത്രമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. ഞാനിപ്പോൾ നിൽക്കുന്നത് വീടിന്റെ ലിവിംഗ് സ്പേസിലാണ്. നോക്കിക്കോളൂ, ഡബിൾ ഹൈറ്റഡ് ആയിട്ടാണ് വീടിന്റെ ലിവിംഗ് സ്പേസ് ചെയ്തിരിക്കുന്നത്. 14.5 അടി നീളവും 10 അടി വീതിയുമാണ് ലിവിംഗ് ഏരിയക്ക് വരുന്നത്. എല്ലാവരുടെയും ഏറ്റവും വലിയ കംപ്ലൈന്റ് ആണ് ലിവിംഗ് സ്പേസിൽ സോഫ സെറ്റീസ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇരിക്കാൻ സ്ഥലമില്ല എന്നുള്ളത്. ആ ഒരു കംപ്ലൈന്റ് എന്തുകൊണ്ട് പരിഹരിക്കുന്ന ഒരു വീടാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടാണ് വീട് ചെയ്തിരിക്കുന്നത്. 14.5 അടി നീളവും 10 അടി വീതിയുമാണ് ലിവിംഗ് സ്പേസിന് കൊടുത്തിരിക്കുന്നത്. ഞാൻ നിൽക്കുന്ന ഭാഗത്ത് ബാക്ക് സൈഡിൽ 2 വിൻഡോസും ഇവിടെയാണ് ബാക്കിയുള്ള വിൻഡോസ് കൊടുത്തിരിക്കുന്നത്. അതിന് പാരലൽ ആയിട്ട് നമുക്ക് മുകളിലും വിൻഡോസ് വരുന്നുണ്ട്. ഏറ്റവും ടോപ്പിൽ നോക്കുവാണെങ്കിൽ ഭംഗിയായിട്ടൊരു ഹാങ്ങിങ് ലൈറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്ന പോർഷനിൽ ഒരു ഭാഗം റൂഫിന്റെ കവർ ചെയ്തിട്ടുണ്ട്. അവിടെ നോക്കുവാണെങ്കിൽ LED സ്ട്രിപ്പുകളും ഭംഗിയുള്ള ഡിസൈനുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. TV വെക്കാൻ അറേഞ്ച്മെന്റ് ഈ ഒരു ഭാഗത്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ലിവിംഗിലേക്കും ഡൈനിങ്ങിലേക്കും നമ്മുടെ സൗകര്യത്തിന് ഇതുപോലെ റിവോൾവ് ചെയ്യാവുന്ന രീതിയിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഭംഗിയായിട്ടാണ് ഡിസൈനുകൾ വരുന്നത്. CNC കട്ടിംഗ് എല്ലാം കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ ഷെൽഫ് ഫെസിലിറ്റികളെല്ലാം കൊടുത്തിട്ടാണ് ലിവിംഗ് സ്പേസും ചെയ്തിരിക്കുന്നത്.
നമുക്ക് ഫ്ലോർ ടൈലുകൾ നോക്കുവാണെങ്കിൽ ലൈറ്റ് ഒരു ഗ്രേ ഷെയ്ഡ്, ഓഫ് വൈറ്റ് ഷെയ്ഡ് എല്ലാം കൂടെ കൂടിയ ഒരു കളറാണ്. ചെറിയ അഴുക്കൊക്കെ ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് അറിയാത്ത രീതിയിൽ കൂടിയാണ് അത് ചെയ്തിരിക്കുന്നത്. ലിവിംഗിൽ നിന്ന് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ വലിയൊരു ഡൈനിങ് ഏരിയയിലേക്കാണ്. എടുത്തു തന്നെ പറയേണ്ടതാണ്, 16 അടി നീളവും 13 അടി വീതിയിലുമാണ് ഈ കാണുന്ന വലിയ ഡൈനിങ് ഏരിയ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് എത്ര വലിയ ഡൈനിങ് ടേബിൾ നിങ്ങളുടെ ഇഷ്ടത്തിനാണെങ്കിലും നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്യാവുന്ന വലിയൊരു സ്പേസ് ആണ് ഇവിടെ കിട്ടുന്നത്. ഇതിന്റെ റൂഫിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ മിനിമൽ വർക്കുകളാണ്, പക്ഷെ നല്ല ഭംഗിയായിട്ടും സ്റ്റാൻഡേർഡ് ആയിട്ടുമാണ് ലൈറ്റ് ഫിറ്റിംഗ്സും ഡിസൈനുകളും എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് വരുന്നത്. ഹാൻഡ് റൈൽസ് കൊടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ് ടഫിന്റെ ഗ്ലാസ് ആണ് വരുന്നത്. സ്റ്റെപ്പുകളിലൊക്കെ നോക്കുവാണെങ്കിൽ ബ്ലാക്ക് കളർ ഗ്രാനൈറ്റും ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ റിവോൾവ് ചെയ്യാവുന്ന ഈ ഒരു ടി വി യൂണിറ്റിന്റെ ബാക്ക് സൈഡ് നിങ്ങൾ നോക്കിക്കോളൂ. ഇവിടെ എല്ലാം തന്നെ കാണുന്നത് നിറയെ കബോർഡുകളാണ്. നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടാണ് ഈ കാണുന്ന ഒരു യൂണിറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇവിടേക്ക് വരുന്ന സമയത്ത് ഇത് ആക്ച്വലി നമ്മളുടെ ഡൈനിങ് സ്പേസ് ആണ്. ഡൈനിങ് സ്പേസിൽ സ്റ്റെപ്പ് കയറി പോകുന്ന ഭാഗത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഇവിടെ നമുക്ക് ഇതുപോലെ വിൻഡോസ് വരുന്നുണ്ട്. അതിന്റെ മിഡിൽ പോർഷനിൽ നമുക്ക് ഇതുപോലെ ഓപ്പൺ ചെയ്യാവുന്ന രീതിയിൽ കൂടിയാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റെയർ കേസിന്റെ താഴെയുള്ള ഭാഗം നോക്കിയാൽ കംപ്ലീറ്റ് ആയിട്ട് കബോർഡുകളായിട്ടാണ്, നിറയെ ഡോറുകൾ വെച്ചിട്ട് നല്ല രീതിയിൽ അതിനകത്ത് നമുക്ക് സ്റ്റോറേജ് സ്പേസ് കിട്ടുന്നുണ്ട്. ഇവിടെ ആയിട്ടാണ് വാഷ് ഏരിയ വരുന്നത്. വലിയൊരു വൈഡ് ആയിട്ടുള്ള ഏരിയ തന്നെ വാഷ് ഏരിയക്കായി സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. സെറയുടെയാണ് വാഷ് ബേസിൻ. വൈറ്റ് കളർ ഗ്രാനൈറ്റിലാണ് വെച്ചിരിക്കുന്നത്. അതിന്റെ താഴെ നിറയെ കബോർഡുകളാണ്. ബാക്ക്ഗ്രൗണ്ട് നോക്കുവാണെങ്കിൽ പാനലിംഗ് വർക്കുകളും മിററും സിലിണ്ടറിക്കൽ ലൈറ്റുകളും എല്ലാം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിതൊരു 4 ബെഡ്റൂം വീടാണ്. താഴെ 2 ബെഡ്റൂമുകൾ കിട്ടുന്നുണ്ട്. ആദ്യത്തെ ബെഡ്റൂം ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇതുപോലെയാണ് ഡോറിന്റെ പാറ്റേൺ വരുന്നത്. ബെഡ്റൂം അത്യാവശ്യം നല്ല സൈസ് കിട്ടുന്നുണ്ട്. 15-10 ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ചുറ്റിനും നോക്കിയാൽ നിങ്ങൾക്ക് കാണാം 3 വിൻഡോസും 2 സിംഗിൾ വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. റൂഫിൽ നോക്കുവാണെങ്കിൽ എയർ ഹോൾ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയ ഒരു വർക്കും ലൈറ്റ് ഫിറ്റിംഗും മാത്രമാണ് റൂഫിൽ കൊടുത്തിരിക്കുന്നത്. റൂമുകളിലൊക്കെ ഫുഡ് ലാമ്പ് ഫെസിലിറ്റിയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. റൂമിലെ വാർഡ്രോബുകൾ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. അതിന്റെ കൂടെ തന്നെ നമുക്ക് ഡ്രസ്സിംഗ് ടേബിൾ ഫെസിലിറ്റി കൂടി കിട്ടുന്നുണ്ട്. വാർഡ്രോബുകൾക്ക് നോക്കുവാണെങ്കിൽ ഒരു വൈറ്റ് ആൻഡ് വുഡൻ ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഡ്രസ്സിംഗ് ടേബിളിന്റെ മിററിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നോക്കുവാണെങ്കിൽ ഭംഗിയുള്ള ഡിസൈനിലാണ് ഇതുപോലെ പാനലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമിന്റെ ഡോർ ഇങ്ങനെയാണ്. ഇവിടെ ജസ്റ്റ് വർക്കുകൾ ഫിനിഷ് ആയതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് പെയിന്റിന്റെ ബക്കറ്റ്സും കാർട്ടൺ ബോക്സുകളൊക്കെ നമുക്ക് ഇവിടെ ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നരുത്. ബാത്റൂമിനകത്ത് നോക്കുവാണെങ്കിൽ വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിലാണ് ടൈലുകളുടെ ഡിസൈൻ വരുന്നത്. വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിൽ ഒരു വലിയ ബാത്റൂം ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഫിറ്റിംഗ്സ് എല്ലാം നോക്കുവാണെങ്കിൽ സെറയുടെ ആണ് വരുന്നത്. നമുക്കിനി ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം ആണ് നോക്കേണ്ടത്. ഡോറുകളുടെ എല്ലാം പാറ്റേൺ സെയിം തന്നെയാണ്. 13.5 അടി നീളവും 10.5 അടി വീതിയിലുമാണ് ബെഡ്റൂം സൈസ് വരുന്നത്. ഈ ഭാഗത്ത് 3 വിൻഡോസും അവിടെ 2 സിംഗിൾ വിൻഡോസും ആണ് വരുന്നത്. റൂഫിൽ നോക്കുവാണെങ്കിൽ എല്ലായിടത്തും തന്നെ എയർ ഹോൾ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെയും നമുക്ക് സിമ്പിൾ ആയ ഒരു ഡിസൈനും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കിട്ടുന്നത്. ഡ്രസ്സിംഗ് ടേബിളിനൊപ്പം തന്നെ ഇവിടെയും നമുക്ക് അതേ ഡിസൈനിലും അതേ കളറിലുമാണ് വാർഡ്രോബ് കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. നല്ലൊരു ഡിസൈൻ തന്നെയാണ് ഡോറിന് വരുന്നത്. ഈ ഒരു ബാത്റൂമിനകത്താണെങ്കിലും ഗ്രേ കളർ ടൈലാണ് വരുന്നത്. ഇവിടെയും നമുക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷൻ കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ബാത്റൂം ഫിറ്റിംഗ്സ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഇവിടുത്തെ കിച്ചൺ ആണ് കാണേണ്ടത്. നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് കിച്ചണിന്റെ സ്ഥാനം വരുന്നത്. വൈഡ് ആയിട്ടുള്ള എൻട്രൻസ് ആണ്. എൻട്രൻസിൽ 2 ഹാങ്ങിങ് ലൈറ്റ് വരുന്നുണ്ട്. കൗണ്ടർ ടോപ്പ് നോക്കുവാണെങ്കിൽ വൈറ്റ് കളർ ഗ്രാനൈറ്റ് ആണ്. താഴെ പാനലിംഗ് വർക്കുകളാണ്. ഓപ്പോസിറ്റ് സൈഡ് നോക്കുവാണെങ്കിൽ നമുക്ക് ഓപ്പൺ ഷെൽഫുകളും താഴെ ഒരു ചെറിയ കബോർഡും കിട്ടുന്നുണ്ട്. നല്ല സൗകര്യത്തിൽ തന്നെയാണ് കിച്ചൺ ചെയ്തിരിക്കുന്നത്. കിച്ചണകത്തേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിച്ചൺ ക്യാബിനറ്റ്സ് നോക്കുവാണെങ്കിൽ ഒരു ലൈറ്റ് ബ്ലൂ ആൻഡ് ഗ്രേ ഷെയ്ഡിലാണ് വരുന്നത്. അത് നമുക്ക് ധാരാളം ക്യാബിനറ്റ്സ് ഇവിടെ കിട്ടുന്നുണ്ട്. ഒരുപാട് സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനുള്ള നല്ലൊരു സ്പേസ് കിട്ടുന്നുണ്ട്. കിച്ചണകത്തേക്ക് നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ ഈ ഒരു ഭാഗം നമുക്ക് ഫ്രിഡ്ജ് വെക്കാനായിട്ട് യൂസ് ചെയ്യാം. എത്ര വലിയ റെഫ്രിജറേറ്റർ ആണെങ്കിലും വെക്കാനായിട്ട് നല്ലൊരു സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. കൗണ്ടർ ടോപ്പ് ഒക്കെ നോക്കുവാണെങ്കിൽ വൈറ്റ് കളർ ആണ്. സിങ്കും പൈപ്പ് കണക്ഷൻ നിങ്ങൾക്ക് അവിടെ കാണാം. അതിന്റെ ബാക്ക് സൈഡിലായിട്ട് നമുക്ക് 3 വിൻഡോസുമാണ് കിട്ടുന്നത്. ഈ ഒരു ഫസ്റ്റ് കിച്ചൺ കഴിഞ്ഞാൽ ഇതുപോലൊരു പാർട്ടീഷൻ വന്നിട്ട് ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇവിടെ ഒരു സെക്കൻഡ് കിച്ചൺ കൂടി കിട്ടുന്നുണ്ട്. അതിനകത്ത് നിറയെ കബോർഡുകളാണ്. മുകളിലും താഴെയും തന്നെ നിറയെ കബോർഡുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് വിൻഡോസ് 2 കിട്ടുന്നുണ്ട്. റൂഫിൽ നോക്കുവാണെങ്കിൽ സിമ്പിൾ ആയിട്ട് ലൈറ്റ് ഫിറ്റിംഗ്സ് ആണ് വരുന്നത്. ഡോറ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് പുറത്തുള്ള സ്പേസ് വർക്ക് ഏരിയ ചെയ്തെടുക്കാനായിട്ട് നല്ലൊരു സ്പേസ് കിട്ടുന്നുണ്ട്. സ്റ്റെപ്പ് കയറി വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്നത്. ഈ ഭാഗത്തായിട്ട് നമുക്കൊരു ഹാങ്ങിങ് ലൈറ്റ് കിട്ടുന്നുണ്ട്. ഇതേപോലെ ഒരു ഷേപ്പിലാണ് ഇവിടുത്തെ ഹാള് കിട്ടുന്നത്. ഇവിടെ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്കും അവിടെ നിന്ന് വീണ്ടും നമുക്ക് ഇതുപോലൊരു ടേണിംഗ് എടുത്തു കഴിഞ്ഞാൽ ഈ ഭാഗത്തും ഒക്കെ ആയിട്ട് നല്ല വലിയൊരു സ്പേസിലാണ് ഇവിടുത്തെ
ഈ ഒരു അപ്പർ ലിവിംഗ് സ്പേസ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഗുണമുണ്ട്, നമുക്ക് ഇഷ്ടമുള്ള നല്ല നല്ല ഡെക്കർ പീസുകൾ വെക്കാനും നല്ല ഫ്ലവർ പോട്ട്സ് വെക്കാനും ഒക്കെ ആയിട്ട് ഒരുപാട് സ്ഥലമാണ്. നമുക്ക് ഇപ്പോഴത്തെ വീടുകളിൽ നിങ്ങൾക്കറിയാം ഇത്രയും വലിയ ഏരിയ അപ്പർ ലിവിങ്ങിന് കിട്ടുന്നത് വളരെ കുറവാണ്. അത് വളരെ സ്റ്റൈലിഷ് ആയിട്ട് തന്നെയാണ് ഈ ഒരു ഭാഗം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ റൂഫ് നിങ്ങളൊന്ന് കംപ്ലീറ്റ് നോക്കിക്കോളും. സിമ്പിൾ ആയ ഡിസൈനുകളാണ്, പക്ഷെ വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടാണ് ലൈറ്റ് ഫിറ്റിംഗ്സും LED സ്ട്രിപ്പുകളും എല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. നമ്മളിവിടെ താഴെ 2 ബെഡ്റൂമുകൾ കണ്ടു, മുകളിൽ നമുക്കിനി 2 ബെഡ്റൂമുകൾ കാണാനുണ്ട്. സ്റ്റെപ്പ് കയറി ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഇവിടെ ആയിട്ടാണ് ആദ്യത്തെ ബെഡ്റൂം വരുന്നത്. നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ബെഡ്റൂം സൈസ് വളരെ വലുതാണ്. 15.5 അടി നീളവും 10 അടി വീതിയുമാണ് കിട്ടുന്നത്. ചുറ്റിനും നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ആവശ്യത്തിനുള്ള വിൻഡോസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. റൂഫിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എയർ ഹോൾ ഫെസിലിറ്റിയും സിമ്പിൾ ആയിട്ട് ലൈറ്റ് ഫിറ്റിംഗ്സും ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ ആയിട്ടാണ് വാർഡ്രോബുകളും അതിനോടൊപ്പം തന്നെ ഡ്രസ്സിംഗ് ടേബിളും കൊടുത്തിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെയാണ് മൂന്നാമത്തെ ബെഡ്റൂമും ചെയ്തിരിക്കുന്നത്. ഇവിടെയും നല്ല ഭംഗിയുള്ള ടൈലുകൾ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാ ബാത്റൂമും വളരെ സ്പേഷ്യസ് ആണ്. ഇവിടെയും നമുക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ഫിറ്റിംഗ്സ് എല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ ഫൈനൽ ആൻഡ് ഫോർത്ത് ബെഡ്റൂം ആണ് കാണാനുള്ളത്. ബെഡ്റൂം സൈസ് നോക്കുവാണെങ്കിൽ 13.5 അടി നീളവും 10.5 അടി വീതിയിലുമാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ 3 വിൻഡോസും ഈ ഒരു ഭാഗത്ത് 2 വിൻഡോസും ആണ് കിട്ടുന്നത്. വിൻഡോസിന് അടുത്തായിട്ടാണ് ഡ്രസ്സിംഗ് ടേബിളും വാർഡ്രോബും കൊടുത്തിരിക്കുന്നത്. റൂഫിലാണെന്നുണ്ടെങ്കിലും ഡിസൈനുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെ കിട്ടുന്നുണ്ട്. ഫുഡ് ലാമ്പ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിലാണ് ടൈലുകൾ വരുന്നത്. നമുക്ക് ഇവിടെയും വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ചെയ്യാവുന്ന നല്ലൊരു സ്പേസ് കൊടുത്തിട്ട് തന്നെയാണ് ഈ ഒരു ബാത്റൂം ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ യൂട്ടിലിറ്റി ഏരിയ ആണ് കാണേണ്ടത്. ഇതിനെ യൂട്ടിലിറ്റി എന്ന് വിളിക്കാവോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കണം. കാരണം ഒരു റൂമിനൊത്ത സൗകര്യങ്ങൾ കൊടുത്തിട്ടാണ് ഈ ഒരു ഏരിയ ചെയ്തിരിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് കോൺക്രീറ്റ് ചെയ്ത് ഒരു റൂമിന് കൊടുക്കുന്ന എല്ലാ സൗകര്യങ്ങളും ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്ത് 3 വിൻഡോസ് ഉണ്ട്. ബാക്കിയുള്ള വിൻഡോസ് ഒക്കെ നല്ല ഭംഗിയുള്ള മോഡലിലാണ് കൊടുത്തിരിക്കുന്നത്. ഓരോ ചെറിയ ചെറിയ ഓപ്പണിങ്സ് നമുക്ക് കൊടുക്കാവുന്ന ഇതുപോലെ ഹാൻഡിൽസ് ഒക്കെ വെച്ചിട്ടാണ് ഈ കാണുന്ന വിൻഡോസ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ റൂഫിൽ നോക്കുവാണെങ്കിൽ സിമ്പിൾ ആയ വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും എല്ലാം തന്നെ കിട്ടുന്നുണ്ട്. വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ഓപ്ഷൻസ് ഇവിടെയാണ്. അതുപോലെ തന്നെ നമുക്കൊരു വാഷ് ബേസിൻ ഫെസിലിറ്റി കൂടി ഇവിടെ കിട്ടുന്നുണ്ട്. ഈ ഒരു ഡോർ തുറന്നാൽ മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് ആണ്. അത് നമുക്ക് എത്ര ഏജ് ഉള്ളവർക്കാണെങ്കിലും കയറി പോകാവുന്ന രീതിയിൽ നല്ല സേഫ് ആയിട്ട് കോൺക്രീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. അതിന്റെ ഹാൻഡ് റെയിൽസ് ഒക്കെ നിങ്ങൾ പ്രത്യേകം നോക്കിക്കോളൂ. ലേസർ കട്ട് ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടാണ് മുകളിൽ എത്തുന്നത് വരെ ഹാൻഡ് റെയിൽസ് സേഫ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഇവിടുത്തെ ബാൽക്കണി സ്പേസ് കണ്ടു നോക്കാം. ഈ ഒരു ഭാഗത്തേക്ക് പാസേജ് കടന്നു വരുമ്പോൾ ഇവിടെയായിട്ടാണ് നമുക്ക് ബാൽക്കണി കിട്ടുന്നത്. നല്ലൊരു വലിയ ഏരിയ തന്നെ നമുക്ക് ഇവിടെ ബാൽക്കണിക്ക് ആയിട്ട് കിട്ടുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് ഹാൻഡ് റെയിൽസ് ഒക്കെ നോക്കുവാണെങ്കിൽ സേഫ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഹാൻഡ് റെയിൽസും അകത്ത് ടഫിന്റെ ഗ്ലാസും ഒക്കെയാണ് ഇട്ടിരിക്കുന്നത്. റൂഫ് കംപ്ലീറ്റ് ആയിട്ട് തന്നെ കോൺക്രീറ്റ് കവറിംഗ് ആണ് വരുന്നത്. പില്ലറൊക്കെ നല്ല ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ഇവിടുത്തെ വില്ലകളെല്ലാം നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. എല്ലാ വില്ലകളിലും ആളുകൾ താമസമായതാണ്. 1-2 വില്ലകൾ നമുക്ക് ഇവിടെ അണ്ടർ കൺസ്ട്രക്ഷനിലും ഇരിക്കുന്നുണ്ട്. കൂടുതൽ സ്റ്റാഫുകൾ നോക്കുവാണെങ്കിൽ IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരൊക്കെയാണ് താമസിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ റോഡ് കാണാം. നമുക്ക് വളരെ എളുപ്പത്തിൽ പള്ളിക്കര ജംഗ്ഷനിലേക്കും ബസ് റൂട്ടിലേക്കൊക്കെ എത്താവുന്ന സ്ഥലത്താണ് ഈ കാണുന്ന ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ ഒരു വീടിന്റെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് കാണണം എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം. നല്ല ഭംഗിയായിട്ടല്ലേ, ഒരുപാട് സൗകര്യങ്ങൾ കൊടുത്തിട്ടാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. എസ്പെഷ്യലി എടുത്തു പറയേണ്ടത്, ഒരു വീട് നമ്മൾ വാങ്ങിക്കുമ്പോൾ കമ്മ്യൂണിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ്. വളരെ നല്ല കമ്മ്യൂണിറ്റിക്ക് അകത്താണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. റോഡിന് വളരെ അടുത്താണ്. ഇൻഫോ പാർക്ക് പോലുള്ള ഭാഗങ്ങളിലേക്കൊക്കെ നമുക്ക് ഈസി ആയിട്ട് എത്താം. ഇടപ്പള്ളി, ആലുവ, എയർപോർട്ട് എല്ലാ ഭാഗങ്ങളിലേക്കും ഈസി ആക്സസ് ഉള്ള ഒരു സ്ഥലത്താണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു വീട്ടിൽ നിന്ന് പള്ളിക്കര ജംഗ്ഷൻ വളരെ അടുത്താണ്. 1.9 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് വരുന്നത്. ഇന്നിപ്പോൾ മാർബിൾ ഹോംസ് പരിചയപ്പെടുത്തിയ ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലെ പള്ളിക്കര ജംഗ്ഷനിൽ നിന്നും 1.9 കിലോമീറ്റർ മാത്രം മാറിയുള്ള ദൂരത്തിലാണ്. 5 സെന്റ് ആണ് ലാൻഡ് അളവ് വരുന്നത്. 2560 സ്ക്വയർ ഫീറ്റിൽ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 4 ബെഡ്റൂമുകൾ വരുന്നുണ്ട്. 4 ബാത്റൂമുകൾക്കകത്ത് നമുക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷൻ കിട്ടുന്നുണ്ട്. കിച്ചൺ 2 എണ്ണം കിട്ടുന്നുണ്ട്. മുകളിലെ യൂട്ടിലിറ്റി സ്പേസ് നമുക്കൊരു റൂം വെക്കലുണ്ടായ സൗകര്യത്തോട് കൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ടും സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വീടാണ്. 5 സെന്റ് ഓഫ് ലാൻഡിൽ 2560 സ്ക്വയർ ഫീറ്റിൽ 4 BHK ആയിട്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു വീടിന് യാതൊരു നെഗോസിയേഷൻസും ഇല്ല. കൂടുതൽ റേറ്റ് ഒന്നും ഓണർ ചോദിക്കുന്നില്ല. 1 CR എന്നുള്ള ലാസ്റ്റ് പ്രൈസിന് നിങ്ങൾക്ക് ഈ ഒരു വീട് സ്വന്തമാക്കാവുന്നതാണ്. ഇത്രയും സൗകര്യങ്ങളുള്ള ഈ ഒരു വീട് ഫൈനൽ പ്രൈസ് 1 കോടി രൂപയാണ്, നെഗോഷ്യബിൾ അല്ല. അപ്പൊ തീർച്ചയായിട്ടും മാർബിൾ ഹോംസ് വഴി നിങ്ങൾ വരിക. നിങ്ങൾക്ക് ലോൺ ഫെസിലിറ്റി കാര്യങ്ങളെല്ലാം നമ്മൾ ഈസി ആയിട്ട് അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും.
ഇത്രയും സൗകര്യങ്ങളുള്ള ഒരു വീട് പള്ളിക്കര പോലുള്ള ഒരു സ്ഥലത്ത് 1 കോടി രൂപയ്ക്ക് കിട്ടുക എന്നുള്ളത് തീർച്ചയായിട്ടും പുറത്ത് തന്നെയാണ്. ഒരുപാട് വീടുകൾ കണ്ട് മടുത്ത നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ തന്നെ അത് മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങൾക്കറിയാം, പല വീടുകളും നിങ്ങൾ പോയി കണ്ടതിൽ ലിവിംഗ് സ്പേസ് ചെറുതാണ്, ഡൈനിങ് ഏരിയ ചെറുതാണ്. പല വീടുകൾക്കും പല കുറവുകളും നമുക്ക് പറയാനുണ്ടാവും. യാതൊരു കുറവുകളും പറയാനില്ലാതെ എല്ലാ സൗകര്യങ്ങളും കൊടുത്തിട്ടാണ് 1 കോടി രൂപയുടെ ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത്. ഇന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കൂ, വീട് സ്വന്തമാക്കൂ. ഇതുപോലെ ഭംഗിയുള്ള വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.